എന്തുകൊണ്ടാണ് ഒട്ടുമിക്ക കുട്ടികൾ, അതായത് സാമ്പത്തിക ശേഷി ഇല്ലാത്ത കുട്ടികൾ പോലും കടം മേടിച്ചും ട്യൂഷൻ എടുക്കാൻ പോകുന്നുണ്ട്? എന്തുകൊണ്ടായിരിക്കണം അങ്ങനെ പോകുന്നത്? ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ക്ലാസ് റൂമിൽ വേണ്ടത്ര പഠിപ്പിക്കുന്നില്ല എന്ന് വെച്ചാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് ഒരു സിലബസ് ഉണ്ടാകും, ആ സിലബസിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഉണ്ടാകും, ആ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചാൽ സിലബസ് നന്നായി പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ ഒട്ടുമിക്ക അധ്യാപകരും എന്ത് ചെയ്യും? അതായത് ഷോർട്ട് കട്ട് ടു പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് പോലെ പഠനത്തിന്റെ ഒരു ഷോർട്ട് കട്ട് നോക്കും. എന്താണത്? ആരെങ്കിലും എഴുതി വെച്ച ഒരു വിഡ്ഢി ഗൈഡ് കാണും. ആ ഗൈഡ്, സിലബസിനെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ഗൈഡ്, ആ ഗൈഡ് വെച്ചായിരിക്കും പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഗൈഡ് വെച്ച് പഠിപ്പിക്കുമ്പോൾ സിലബസ് പഠിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വിഷയം അറിയാമായിരിക്കും. മറിച്ച് സിലബസിനെ ബേസ് ചെയ്ത് ഒരു ഗൈഡ് ഉണ്ടാക്കി അത് വാങ്ങിച്ച് അതിനെ വച്ച് മാത്രം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഒരു കാരണവശാലും സിലബസിൽ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലായിരിക്കുകയില്ല. അവര് തന്നെ പഠിച്ചിട്ടില്ല. അവർ പഠിക്കാത്തതാണ് അവർ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം, ആ പഠനം അപൂർണമാണ്. കുട്ടികളെ മിസ്ലീഡ് ചെയ്യുകയല്ലാതെ യഥാർത്ഥ വഴിയിലേക്ക്, യഥാർത്ഥ വിവരശേഖരണത്തിലേക്ക് കുട്ടികളെ കൈ പിടിച്ച് ഉയർത്തുന്നില്ല.